നമസ്കാരം. മറ്റേത് ഗൾഫ് രാജ്യങ്ങളെയും പോലെ തന്നെ പ്രവാസികളോട് അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി പെരുമാറുന്ന ഒരു രാജ്യമാണ് കുവൈറ്റ്. കുവൈറ്റിൽ പണ്ട് ഇറാഖ് അധിനിവേശം നടത്തിയതിന് ശേഷമൊക്കെ തന്നെ വിദേശികൾ പലരും അന്ന് നാട് വിട്ടു പോയവരൊക്കെ തന്നെ മടങ്ങിയെത്തുകയും വീണ്ടും കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെയൊക്കെ പിന്നിൽ കുവൈറ്റ് എന്ന രാജ്യം അവരോട് കാണിക്കുന്ന സ്നേഹവായ്പ തന്നെയായിരുന്നു കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കുവൈറ്റ് പ്രവാസികൾക്കായി ഒരുപാട് പുതിയ അവർക്ക് സഹായകരമായി മാറുന്ന ചില പുതിയ സംവിധാനങ്ങൾ കുവൈറ്റ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയുള്ള അവരുടെ താമസം, വിസ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ഓൺലൈനിലൂടെ, അതായത് ഈ സംവിധാനത്തിലൂടെ അപേക്ഷിച്ചാൽ മതി എന്നുള്ള ഏറ്റവും വിപ്ലവകരമായൊരു സംവിധാനം കൊണ്ടുവരുന്നു. മാത്രമല്ല 15 വർഷം വരെ ഇവർക്ക് റെസിഡൻസി വിസ അനുവദിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ അനുകൂലമായൊരു തീരുമാനമാണ് ഇപ്പോൾ കുവൈറ്റ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കുവൈറ്റിൻ്റെ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് ഒപ്പുവെച്ചതാണ് ഈ പുതിയ എക്സിക്യൂട്ടീവ് നയം. നേരത്തെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്കായൊക്കെ തന്നെ കുവൈറ്റിലെ നിരവധി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് പാസ്പോർട്ട് ഓഫീസിന് മുന്നിലൊക്കെ കാണുന്നത് പോലെയുള്ള നീണ്ട ക്യൂ അവിടെയും വലിയൊരു കാഴ്ചയായിരുന്നു. ഏതായാലും ഈ ഒരു പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി സമയലാഭവും അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടും ഒഴിവാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ കുവൈറ്റ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇനിയുള്ള കാലത്ത് ഇത്തരത്തിലുള്ള അപേക്ഷകളെല്ലാം തന്നെ ഓൺലൈനിലൂടെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകാനും പ്രവാസികൾക്ക് അവിടെ സുഖകരമായി താമസിക്കാൻ, അതായത് മറ്റ് യാതൊരു തരത്തിലുമുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ താമസിക്കാനും കഴിയും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതുക്കിയ സംവിധാനത്തിന് കീഴിൽ താമസക്കാർക്ക് ഇപ്പോൾ ആർട്ടിക്കിൾ 18 റെസിഡൻസി പെർമിറ്റുകൾ ഓൺലൈനായി നൽകാനും പുതുക്കാനും കൈമാറാനും കഴിയും. ഇത് സർക്കാർ ഓഫീസുകളിലേക്കുള്ള നേരിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായകരമായി മാറും എന്നാണ് സർക്കാർ അറിയിക്കുന്നത്. മാത്രമല്ല, ഈ സംവിധാനങ്ങളെല്ലാം തന്നെ കുവൈറ്റ് സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രവാസികൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ പരിഹരിക്കാനും ഒക്കെ തന്നെ കഴിയും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. നേരത്തെ ഈ തൊഴിൽ മാറുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ കുവൈറ്റ് ഉൾപ്പെടെ രാജ്യങ്ങളിലുണ്ടായിരുന്നു. ഇനി മുതൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു പ്രവാസി ജീവനക്കാരൻ മാറുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതികമായ കാര്യങ്ങൾ, അത് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇനി എളുപ്പത്തിൽ ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, മുൻകാലങ്ങളിൽ പ്രവാസികൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായിരുന്നു റെസിഡൻസി പെർമിറ്റുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. എന്നാൽ ഇനി മുതൽ ഈ സംവിധാനത്തിലൂടെ റെസിഡൻസി പെർമിറ്റുകളൊക്കെ തന്നെ അതിവേഗം അവർക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇനി പ്രവാസികൾക്ക് ഇതിന് പേര് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമേ ഇല്ല. അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇക്കാര്യം നേടിയെടുക്കാനും അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് തിരികെ അതിൻ്റെ മെസ്സേജ് ലഭിക്കാനും, അങ്ങനെ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഈ പെർമിറ്റുകളും അതുപോലെ വിസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അടിയന്തര പരിഹാരം കണ്ടെത്താൻ ഇത് ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എൻട്രി വിസിറ്റ് വിസകൾക്ക് ഇനി മുതൽ മാസം 10 ദിനാറാണ്, കുവൈറ്റ് ദിനാറാണ് നൽകേണ്ടത്. കൂടാതെ നിക്ഷേപകർ, പ്രോപ്പർട്ടി ഉടമകൾ, ദീർഘകാലം അവിടെ താമസിക്കുന്നവർ തുടങ്ങിയ ആളുകൾക്കെല്ലാം തന്നെ 15 വർഷം വരെ റെസിഡൻസി പെർമിറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കുവൈറ്റിലേക്ക് ഒരുപക്ഷെ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് കൂടി വേണ്ടിയുള്ള ഒരു പദ്ധതിയാകും. മാത്രമല്ല, കൂടുതൽ പ്രൊഫഷണലുകൾക്ക്, കുവൈറ്റിൽ എത്രയോ കാലമായി ജോലി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതുപോലെ ഈ സാമ്പത്തികകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നിരവധി പേരാണ്. അവർക്കെല്ലാം തന്നെ ഇതേറെ പ്രയോജനം ചെയ്യുകയും ഇതൊക്കെ തന്നെ ഈ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ സഹായകരമായി മാറുകയും ഇവിടെ സേവനങ്ങൾ ലഭിക്കുക എന്നുള്ളത് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണപ്രദമായി മാറുകയും ചെയ്യും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം എല്ലാ പ്രവാസികളും ഈ സാധുവായി ഇൻഷുറൻസ് രേഖ കൈവശം വയ്ക്കണം എന്നുള്ളത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ വെച്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അടിയന്തരമായി നമുക്ക് സഹായകരമാകുന്ന രീതിയിൽ എല്ലാവരും ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഈ ഇൻഷുറൻസ് പെർമിറ്റുകൾ എപ്പോഴും നമ്മൾ കൈവശം സൂക്ഷിക്കണം എന്നുമാണ് ഈ പുതിയ നിയമപ്രകാരം കുവൈറ്റ് സർക്കാർ അറിയിക്കുന്നത്. പ്രവാസികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ആശുപത്രി കിടക്കേണ്ട മറ്റോ വരികയാണെങ്കിൽ അടിയന്തരമായി തന്നെ ഇൻഷുറൻസ് സഹായം ലഭിക്കാനും അത് ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ട് അവരെ അറിയിക്കാനും ഉള്ള സംവിധാനം ഈ ഒരു പുതിയ രീതിയിലൂടെ നടപ്പിലാക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആർക്കെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ പിന്നെ ആശുപത്രി ചിലവുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷെ അതൊക്കെ തന്നെ ഇൻഷുറൻസ് കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ അല്ലെങ്കിൽ ഇതിന് ഒരുപാട് സമയമെടുക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പുതിയ സംവിധാനം ഇപ്പോൾ എല്ലാം പുതിയ ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നിലവിൽ വരുന്ന കാരണം അതും വളരെ എളുപ്പമായി തീരും. ഏതായാലും ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിനെ വീണ്ടും അവർക്ക് പ്രിയപ്പെട്ട ഒരു രാജ്യമാക്കാൻ ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്.